നമസ്കാരം, ഞാൻ ദിലീപ് കുമാർ. നമ്മളിന്ന് ഇരിക്കുന്നത് രജേഷ് മുളവുകാടും ആദിത്യനും ഒപ്പമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു തരംഗം നമ്മൾ കണ്ടതാണ്. അച്ഛനും മകനും ഒരുമിച്ച് ഇതെല്ലാം മകനാണ്. മഹാരാജാസ് കോളേജിൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരേ കോളേജിൽ ഒന്നിച്ച് പഠിക്കാൻ ഇപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മള്. എനിക്കൊരു PhD ആണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എൻ്റെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടിട്ട് ഈ മ്യൂസിക്കിന് മാത്രം അഡ്മിഷൻ കിട്ടുള്ളൂ. 40 വയസ്സ് കഴിഞ്ഞാലും കഴിഞ്ഞതിന് ശേഷം അതിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. മ്യൂസിക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയം ആയതുകൊണ്ടിട്ട് അങ്ങനെ. ആദ്യത്തിന് എന്തായാലും ഫീൽ അച്ഛൻ്റെ കൂടെ കൂടുതലുള്ള ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിരുന്നു. ഒരുമിച്ച് ചെല്ലുമ്പോൾ എന്തായിരുന്നു പറയുന്നത്? ഒരുമിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലെങ്കിൽ അച്ഛനെ കണ്ടത് എൻ്റെ അടുത്ത് എന്നെ കണ്ടത് അതുപോലെ തന്നെ. അല്ല, അതൊരു പ്രത്യേക നല്ലൊരു കൂടുതൽ ആൾക്കാർക്ക് ചർച്ച ചെയ്തൊരു സമയമാണ് ഇതിനെക്കുറിച്ച് കുറെ ചർച്ച ചെയ്തിട്ട്. ശരിക്കും ഈ നാടൻ കലാരൂപങ്ങൾ, നാടൻപാട്ട് കലാരൂപം നിങ്ങൾ അഭ്യസിക്കുന്ന രീതിയെ വെച്ച് നോക്കിയാൽ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒരു ബഹളമയമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ തനതായ ശൈലിയൊക്കെ നഷ്ടപ്പെടുത്തി. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഒന്ന് പണ്ട് കാലങ്ങളിൽ നാടൻപാട്ട് രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നാടൻപാട്ടൊരു പരിപാടി കാണുമ്പോൾ അതിൻ്റെ തനത് വാദ്യങ്ങൾ വെച്ചിട്ടാണ് പരിപാടി ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ ഇൻസ്ട്രുമെൻസിൻ്റെ കടന്നുകയറ്റം ഉണ്ട്. അത് ഈ ഒരു ജനറേഷന് വേണം എങ്കിൽ പോലും അതിപ്രസരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ വാദ്യങ്ങളുടെയും ഉപയോഗം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തനത് ശൈലിയിൽ നിന്ന് വിട്ടിട്ടാണ് ഒരുപാട് ആളുകളും പാടിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള പാട്ടുകളല്ല, കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളല്ല. നമുക്കൊരു 4 വരി കിട്ടിക്കഴിഞ്ഞാൽ 4 വരി എങ്ങനെയെങ്കിലും എഴുതി ചേർത്ത് പാടണ ഒരു പ്രവണതയാണ് ഇന്ന് നാടൻ പാട്ടുകാരുടെ ഇടയിലുള്ളത്. അതിനൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടീമുകൾ വളരെ കുറവാണ്. ആരെങ്കിലും പാടിക്കേട്ട് അതിൻ്റെ കൂടെ 5-6 വരി ചേർത്ത് പാടുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതിപ്പോൾ വയബിലിറ്റി ഒരു പ്രശ്നമാണ്. നമ്മളിപ്പം ആത്മാർത്ഥതയും ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. PhD എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്. പക്ഷെ എങ്കിൽ പോലും വയബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഇത് രണ്ടും കൂടി എങ്ങനെ മിക്സ് ചെയ്യണമെന്നുള്ളതാണ്. അല്ല, ഈ നമ്മൾ പറയുമ്പോഴല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ഒരു അന്വേഷണമില്ലാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എവിടെന്നെങ്കിലും കിട്ടി പാടാനതിൻ്റെ ഭാഗമായിട്ട് പാട്ടുകൾക്ക് വളരെ പ്രശ്നങ്ങൾ, പാട്ടുകൾക്കും കലകൾക്കും പല കലാരൂപങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ മുഖത്തെഴുത്താണെങ്കിലും അതിൻ്റെ വേഷങ്ങളാണെങ്കിലും അതിൻ്റെ ആഭരണങ്ങളാണെങ്കിലും അത് കൃത്യമായിട്ടുള്ളൊരു സാധനമല്ല ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യകാലങ്ങൾക്ക് നമുക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള എൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പലപ്പോഴും നമ്മൾ വാദ്യങ്ങളുടെ സൗണ്ട് കൂടി പാട്ട് തീരെ കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. പലപ്പോഴും പാട്ട് എന്താണെന്ന് മനസ്സിലാകാതെ വരുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ സംഭവിക്കുന്നതാണോ അതോ അറിഞ്ഞും അറിയാണ്ടും സംഭവിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ? ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു. ഒരുപാട് വാദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ പല പാട്ടുകളും ഭയങ്കര പ്രസരത്തോടു കൂടിയാണ് നമുക്കിവിടെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ കൊട്ടുകാർക്ക് ഒരു ആവേശം വരാൻ നേരത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയല്ല. ഈ കോല് വെച്ച് കൊട്ടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ വാദ്യങ്ങൾ. മറ്റേത് ഇലക്ട്രിക്കൽ വാദ്യങ്ങൾക്ക് ഏകദേശം ഒരു ലെവലുണ്ടാവും. ഇതങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യം പോലെ ഇരിക്കും. അവൻ്റെ ആവേശം എത്ര കൂടണോ അതനുസരിച്ചിട്ട് അവൻ കുട്ടി മേളിൽ കിട്ടും. അതിൻ്റെ ഒരു പ്രശ്നം പലയിടത്തും വരാറുണ്ട്.
BA മ്യൂസിക്കിൽ നിന്ന് വ്യതിചലിച്ചല്ലോ, ക്ഷേത്ര കലാവാദ്യങ്ങളിലേക്ക് മാറി. എന്തായിരുന്നു കാരണം? ഞാൻ ചെറുപ്പം തൊട്ട് കൊട്ടി തുടങ്ങിയ തകിലായിരുന്നു, തകിൽ വാദ്യമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും കലാപീഠത്തിൽ വെച്ചിട്ട് അവിടെ സീറ്റ് ഉണ്ടായില്ല. പിന്നെ +2 കിട്ടി. അപ്പോൾ +2 ഓൺലൈനായിരുന്നു. അന്ന് കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് SHG പോയി പഠിച്ച് അത് കഴിഞ്ഞ് മാരായ്സ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നത്. ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചതാണ്, അല്ലാണ്ട് ഇറങ്ങണം എന്ന് വെച്ചിട്ട് ഇറങ്ങിയല്ല. കിട്ടിയപ്പോൾ ചെന്ന് പഠിച്ച് ദേവസ്വം പോകണ്ട. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? അല്ല, ഇതായിട്ട് തന്നെ മുമ്പോട്ട് പോകണം, ഈ മേഖലയിൽ തന്നെ നിൽക്കണം, ഒരുപാട് പാട്ടുകൾ കണ്ടെത്തണം. അത് വല്ല തലമുറക്ക് കൃത്യമായിട്ട് തെറ്റുകളൊന്നും ഇല്ലാണ്ട് കൈകാര്യം ചെയ്യണം, പകർന്നു കൊടുക്കണം. ഒരുപാട് എനിക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം ഞാൻ റെയിൻ ഫോറസ്റ്റിൽ ജസ്റ്റ് ഒരു സ്റ്റേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വലിയൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇങ്ങനെ നമ്മളുടെ പാക്കേജിലൊന്നും ഉൾപ്പെട്ടിട്ടല്ല, പക്ഷെ ഇതുമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് മീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ ഒരു സാധ്യത നാടൻ പാട്ടുകളുടെ സാധ്യത ഇനി വരുന്ന തലമുറയിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അത് ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഈ ജനറേഷൻ, അത് മാത്രമല്ല നമ്മുടെ തലമുറ, ഈ പാട്ടുകളൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു സാഹചര്യം, നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം. ആരും പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് കാരണവർ ചെളിയിൽ കാലുകുത്തി കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ചോറിൽ കൈ ഊന്നണത് എന്ന് കേട്ട. അത് അന്നത്തെ ആ സാഹചര്യം ഇപ്പോഴത്തെ തലമുറക്ക് ആർക്കും അറിയില്ല. പണ്ട് അവരുടെ കഷ്ടപ്പാടും അവരുടെ ആർജിത അനുഭവങ്ങളും അവരുടെ സങ്കല്പങ്ങളും അവരുടെ പ്രതിഷേധങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത് ഈ നാടൻ പാട്ടിലൂടെയും നാടൻ കലകളിലൂടെയൊക്കെയാണ്. അത് ഈ ജനറേഷൻ അതറിയണം, അറിയാണ്ട് വളരണ കുട്ടികളാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഈ പാട്ടുകൾ ഏറ്റെടുക്കണമുണ്ടല്ലോ. ഇപ്പോൾ കലോത്സവ വേദിയിലൂടെ ആണെങ്കിലും ഒരുപാട് പിള്ളേർ നാടൻ പാട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇതായിട്ട് റിസർച്ച് ചെയ്ത് ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് സംഘങ്ങളെ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നാടൻ കലകളെയും കലാരൂപങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ, അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭാവനയായിട്ട് അത് കാണണം. പക്ഷെ ഇനിയുള്ള ജനറേഷനും അത് ഏറ്റെടുക്കണം. അവസാനമായിട്ട് പാണ്ഡവാസിനെ കുറിച്ച് പറഞ്ഞു. പാണ്ഡവാസ് നമ്മുടെ ജീവവായുവാണ്. ഞങ്ങൾ 5 പേര് കൂടിയാണ് പാണ്ഡവാസിൻ്റെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പല പല ടീമിലുള്ള 10 വർഷമായി പാണ്ഡവാസ്. പക്ഷേ 10-22 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് പാണ്ഡവാസിലുള്ളത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന സമിതികളിൽ ഒന്നാണ്. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ പരിപാടി ചെയ്യുന്ന സംഘത്തിലൊന്നാണ് പാണ്ഡവാസ്. എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അതാണ് അതിൻ്റെ ഒരു പാണ്ഡവാസിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയായ രീതിയിൽ ഉയരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ ബിങ്. Se quiere
നീ